ഇനി എന്താ ചെയ്യാൻ പറ്റുക? ഏതെങ്കിലും തരത്തിൽ അവളെ ഒതുക്കാൻ പറ്റൂ? ലീഗലായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ജാനറ്റ് ഇപ്പോൾ നിയമത്തിന്റെ മുന്നിൽ താരയാണ്. അത് കള്ളത്തരമാണല്ലോ. അത് വെച്ച് നമുക്ക് കേസ് കൊടുക്കാം. പക്ഷേ കുടുങ്ങുന്നത് റോണിയും നിയമോപദേശം നൽകിയ ഞാനുമായിരിക്കും. അതെങ്ങനെ? താരയുടേതായ സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യാൻ നമ്മൾ ഒരുപാട് കൃത്രിമ രേഖകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഐഡന്റിറ്റി കാർഡ്, രജിസ്ട്രേഷന്റെ പേപ്പറുകൾ എല്ലാം കള്ളത്തരമാണ്. അതെല്ലാം പോലീസ് കണ്ടെത്തും. ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ജാനറ്റ് ഒളിവിലായതുകൊണ്ട് ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് റോണിയെ ആയിരിക്കും. പണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് വിദേശത്തേക്ക് കടക്കാൻ ജാനറ്റിന് കഴിഞ്ഞേക്കും. വക്കീൽ ഇങ്ങനെ എരുതിയിൽ എണ്ണ ഒഴിക്കില്ലേ? എരുതിയിൽ എണ്ണ ഒഴിച്ചതല്ല, സത്യങ്ങൾ പറഞ്ഞതാ. എല്ലാ കാര്യങ്ങളും ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വക്കീലിനോടല്ല. ഈ കാര്യത്തിൽ ഞാൻ ഇനി എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് വക്കീൽ തന്നെ പറയും. ഇനിയുള്ള ഏക മാർഗം ജാനറ്റിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാ. കണ്ടുകിട്ടിയാൽ യഥാർത്ഥ താര രംഗത്തു വന്നു എന്നുള്ള ഒറ്റ കാര്യം പറഞ്ഞ് ജാനറ്റിനെ വിരട്ടി നിർത്താൻ കഴിയും. കണ്ടെത്താൻ കഴിയും റോഡി. ആത്മാർത്ഥമായി ശ്രമിച്ചാൽ മതി. ഞാൻ എന്റെ എല്ലാ കഴിവുകളും ഉപയോഗിക്കുന്ന ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാ. അവളെ കണ്ടെത്താൻ വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാ. ഇനിയും ഇങ്ങനെ അന്വേഷണമെന്ന് പറഞ്ഞ് സമയം കളയാൻ പറ്റത്തില്ല. അവളെ എനിക്ക് എത്രയും വേഗം കൈ കിട്ടണം. കാര്യങ്ങൾ ആകെ കുഴപ്പത്തിലേക്കാണ് പോകുന്നതെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. സിറ്റിയിലെ എല്ലാ വിമൻസ് ഹോസ്റ്റലിലും തിരഞ്ഞു. പിന്നെ അവളെ സംരക്ഷിക്കാൻ സാധ്യതയുള്ളവരുടെ വീടുകളെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നിങ്ങളുടെ കാര്യം. അതൊന്നും എന്നോട് പറയണ്ട. ഇന്നൊരു ദിവസം കൂടി ഞാൻ തരാം. അതിനകത്ത് അവളെ കുറിച്ചുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ എനിക്ക് തരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ കൊട്ടേഷൻ ഞാൻ വേറെ കൊടുക്കും. വെട്ടുകിളിയും പ്രാവ് സുരേഷും ഒക്കെ കാത്തിരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. ഞാനൊരു വാക്ക് പറഞ്ഞ പുഷ്പം പോലെ അവന്മാർ അവളെ പൊക്കിയെടുത്തോണ്ട് വന്ന് തരും. ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട് സാർ. ശ്രമത്തിനൊന്നും ഫലമില്ലല്ലോ. ഇന്ന് എന്തായാലും ഒരു തീരുമാനം ഞങ്ങൾ ഉണ്ടാക്കും. അവള് കാരണം ഞാനും കൂടി ഇപ്പൊ കുഴപ്പത്തിലായിരിക്കാം. പോരാത്തന്നെ നല്ലൊരു എമൗണ്ട് അവളുടെ കയ്യിലായി കഴിഞ്ഞു. ഇനി നമ്മൾ കാണുമ്പോ നിങ്ങളുടെ കസ്റ്റഡിയിൽ അവൾ ഉണ്ടായിരിക്കണം. മനസ്സിലായി? ഹലോ, കോട്ടയത്താണ് ഞങ്ങളുടെ ഓഫീസ്. നാഗമ്പടം പാലം കഴിഞ്ഞ്. അതെ, ടർബാലിനും ഉണ്ട്. കൺസ്ട്രക്ഷന്റെ വേറൊരു സെക്ഷനും ഉണ്ട്. വില്ലാസിന്റെ വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിളിച്ചാൽ മതി.